2024 ചൂരൽമലയിലും മുണ്ടക്കയിലുമുണ്ടായ അതിദാരുണമായ മണ്ണിടിച്ചിൽ ദുരന്തം കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഘാതങ്ങളിലൊന്നാണ്. ദുരന്തം നടന്ന് 2 വർഷം പിന്നിടുമ്പോഴും പുനരധിവാസ പ്രക്രിയയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും രാഷ്ട്രീയ ആരോപണങ്ങളും സജീവമായി നിലകൊള്ളുന്നു. ഏതൊരു വലിയ ദുരന്തശേഷവും പുനരധിവാസം പൂർണ്ണതോതിൽ നടപ്പിലാക്കുക എന്നത് ഏതൊരു ഭരണകൂടത്തിനും വലിയൊരു വെല്ലുവിളിയാണ്. എന്നാൽ ആശ്വാസവും സുരക്ഷിതത്വവും പ്രതീക്ഷിക്കുന്ന ദുരിതബാധിതർക്ക് മുന്നിൽ രാഷ്ട്രീയമായ വാഗ്വാദങ്ങൾ എത്രത്തോളം സഹായകരമെന്ന ചോദ്യം പ്രസക്തമാണ്. ഭരണകൂടങ്ങൾ മാറുമ്പോൾ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളിലും ഭരണനിർവഹണ ശൈലിയിലും മാറ്റങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ദുരന്ത നിവാരണവും പുനരധിവാസവും പോലെയുള്ള മനുഷ്യത്വപരമായ വിഷയങ്ങളിൽ നയപരമായ തുടർച്ച അത്യന്താപേക്ഷിതമാണ്. സർക്കാരുകൾ മാറുമ്പോൾ ഉദ്യോഗസ്ഥ തലത്തിലുണ്ടാകുന്ന സ്ഥലമാറ്റങ്ങളും ഏകോപനമില്ലായ്മയും പദ്ധതികളുടെ വേഗതയെ ബാധിക്കുന്നുവെന്ന വിമർശനം ഉയരുന്നതും വളരെ സ്വാഭാവികമാണ്. പ്രധാന തസ്തികകളിലെ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെ പെട്ടെന്ന് മാറ്റുന്നത് പുനരധിവാസ പ്രവർത്തനങ്ങളുടെ തുടർച്ചയെ ബാധിക്കുമെന്ന വാദത്തിൽ ഭരണനിർവഹണപരമായ വസ്തുതയുമുണ്ട്. എന്നാൽ ഭരണപരമായ മാറ്റങ്ങൾ കാലതാമസത്തിന് കാരണമാകാതെ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ദുരന്ത സമയത്ത് അടിയന്തര സഹായം എത്തിക്കുന്നതിലും പ്രാഥമിക പുനരധിവാസ പദ്ധതികൾ തയ്യാറാക്കുന്നതിലും മുൻ സർക്കാർ മുൻകൈയെടുത്തിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ നിർമ്മിച്ചു നൽകിയ വീടുകളുടെ ഗുണനിലവാരത്തെക്കുറിച്ചും നിർമ്മാണത്തിലെ വീഴ്ചകളെക്കുറിച്ചും ഉയർന്ന പരാതികൾ ഗൗരവമായി കാണേണ്ടവയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമ്പോൾ കേവലം വേഗത മാത്രമല്ല, നിർമ്മാണത്തിന്റെ സുരക്ഷിതത്വവും നിലവാരവും ആവശ്യമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ഭരണകാലങ്ങളിലെ സാമ്പത്തിക നയങ്ങളെക്കുറിച്ചും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചുമുള്ള വിമർശനങ്ങൾ ഇതിനോടകം ശക്തവുമാണ്. കടബാധ്യത ഉയരുന്നതും വികസന പദ്ധതികൾക്ക് ധനസമാഹരണം നടത്തുന്നതിലെ പ്രയാസങ്ങളും ഏതൊരു ഭരണകൂടത്തിനും വെല്ലുവിളിയാണ്. മുൻ ഭരണകൂടം പടുത്തുയർത്തിയ സാമ്പത്തിക ചട്ടക്കൂടിലാണ് തുടരുന്ന സർക്കാരുകളും പ്രവർത്തിക്കേണ്ടി വരുന്നത് എന്നതിനാൽ തന്നെ സാമ്പത്തിക നിലയും പുനരധിവാസത്തിന്റെ വേഗതയെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. തങ്ങളുടെ കാലത്തെ ഭരണപരമായ പോരായ്മകൾ മറച്ചുവെക്കാൻ എതിരാളികളെ കുറ്റപ്പെടുത്തുന്നത് രാഷ്ട്രീയത്തിൽ വരാറുള്ള സ്വാഭാവികമായ രീതിയാണ്. എന്നാൽ ഭരണം കൈയാളിയപ്പോൾ പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അധികാരം നഷ്ടപ്പെടുമ്പോൾ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ്. ദുരിതബാധിതരായ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകളല്ല, മറിച്ച് പ്രായോഗികമായ പരിഹാരങ്ങളാണ്. അതിന് ദുരന്ത പുനരധിവാസ പദ്ധതികളിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വ്യക്തമായ തുടർച്ച ഉറപ്പാക്കുകയാണ് വേണ്ടത്. പുനരധിവാസ വീടുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷിതത്വവും ഗുണനിലവാരവും ഉറപ്പിക്കാൻ സ്വതന്ത്രമായ മേൽനോട്ട സംവിധാനം ഏർപ്പെടുത്തുകയാണ്. കൂടാതെ ഭരണപരമായ മാറ്റങ്ങൾ കാരണം പദ്ധതികൾ വൈകുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ പ്രത്യേകമായ മേൽനോട്ട സമിതിയും രൂപീകരിക്കണം. അതോടൊപ്പം ഓരോ പദ്ധതികളുടെയും പുരോഗതിയും സാമ്പത്തിക വിനിയോഗവും സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമാക്കണം. വികസനത്തിലും പുനരധിവാസത്തിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ജനങ്ങളോട് തുല്യ ഉത്തരവാദിത്വമുണ്ട്. ഭരണപക്ഷവും പ്രതിപക്ഷവും പരസ്പര ആരോപണങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നത് എല്ലാം നഷ്ടപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരാണ്. മുൻകാല ഭരണത്തിന്റെ പോരായ്മകൾ തിരുത്തി മുന്നോട്ടു പോകാനും നിലവിലെ ഭരണ സംവിധാനത്തിലെ കാലതാമസം ഒഴിവാക്കാനും ഒരുപോലെ തയ്യാറാകുമ്പോൾ മാത്രമേ വയനാട്ടിലെ ജനങ്ങൾക്ക് അർഹമായ നീതിയും സുരക്ഷിതമായ ഭാവിയും ഉറപ്പാക്കാൻ കഴിയൂ.